നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ്. ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ്, വെഡിംഗ് പാർട്ടി വെയേഴ്സ്, ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ്. ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു. ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ മനസ്സിനിണങ്ങിയത് സ്വന്തമാക്കാം. ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ്, AB കോംപ്ലക്സ്, കൂറ്റനാട് റോഡ്, നിയർ പെട്രോൾ പമ്പ്, ശാരിശ്ശേരി. നമസ്കാരം. പരുതൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരില്ല, പഞ്ചായത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കറിയ തദ്ദേശ വകുപ്പ് മന്ത്രിക്കും സർക്കാരിനും ഒരു തുറന്ന കത്ത് എഴുതിയിരിക്കുകയാണ്. ആ കത്ത് പ്രിയപ്പെട്ട സർക്കാർ, തദ്ദേശ മന്ത്രി എന്നിവർക്ക് പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഞാൻ എഴുതുന്ന തുറന്ന കത്ത്. എന്തിന് ഇങ്ങനെയൊരു സർക്കാർ സംവിധാനം? പരുതൂർ ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറി ഇല്ലാതായിട്ട് ഏകദേശം 8 മാസമായി. വിവിധ പഞ്ചായത്തുകളിലെ സെക്രട്ടറിമാർക്ക് അഡീഷണൽ ചാർജ് നൽകിയാണ് ഇക്കാലയളവിൽ പഞ്ചായത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ നടന്നു വന്നിരുന്നത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിയും ഇല്ലാതായിട്ട് 7 മാസം കഴിഞ്ഞു. കൂടാതെ ജനറൽ ട്രാൻസ്ഫർ വഴി ഹെഡ് ക്ലർക്ക് ചാർജ് ഉണ്ടായിരുന്നവരും അക്കൗണ്ടന്റും 2 സീനിയർ ക്ലർക്കുമാരും ട്രാൻസ്ഫറായി. കൂടാതെ ഒരു ക്ലർക്ക് വേക്കൻസി ഒഴിഞ്ഞു കിടന്നിട്ട് ഏതാണ്ട് 7 മാസത്തോളവുമായി. ഒരു പഞ്ചായത്ത് സംവിധാനം എങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തദ്ദേശ മന്ത്രി ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ മറുപടി പറയണം. ഈ ദിവസങ്ങളിൽ, അതായത് സെക്ഷനുകളിൽ മതിയായ ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് നടന്നു പോകുന്നത്. ഇത് കാരണമായി പൊതുജനത്തിന് ലഭിക്കേണ്ട സേവനങ്ങൾ അതാത് സമയങ്ങളിൽ ലഭിക്കാതെ വരുന്നു. ചുരുങ്ങിയ കാലയളവിൽ പരുതൂർ ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറിയുടെ കസേരയിൽ വന്നു പോയവരുടെ കണക്കെടുത്താൽ ഏകദേശം അത് 8-10 വരെയാകും. ഒന്നുകിൽ റിട്ടയർഡ് ആകാൻ ദിവസങ്ങൾ ബാക്കിയുള്ളവർ, അല്ലെങ്കിൽ പൊതുജനത്തിന് യാതൊരു ഗുണവുമില്ലാത്തവർ എന്നിങ്ങനെയാണ് സെക്രട്ടറി പോസ്റ്റിലേക്ക് വരുന്നവരുടെ അവസ്ഥ. നിലവിൽ സെക്രട്ടറി നിയമനം പ്രൊമോഷൻ ലിസ്റ്റ് ഉടൻ പുറത്തിറങ്ങുമെന്ന് സർക്കാർ പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇന്നിറങ്ങും, നാളെ ഇറങ്ങും എന്ന് പറഞ്ഞ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നു. സെക്രട്ടറി ഒഴികെയുള്ള തസ്തികയിലുള്ളവർ പഞ്ചായത്തിലേക്ക് പോസ്റ്റിംഗ് ആയെങ്കിലും ചാർജ് എടുക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്, ഒരാൾ ഒഴികെ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും വകുപ്പ് മന്ത്രിക്കും ഇമെയിൽ സന്ദേശം അയച്ചു കാത്തിരിക്കുകയാണ്. അനുകൂല നടപടിക്കായി വർഷത്തിന്റെ മുക്കാൽ ഭാഗവും കഴിഞ്ഞു. പദ്ധതി നിർവഹണം എങ്ങും എത്തിയിട്ടില്ല. കാരണം ഉദ്യോഗസ്ഥർ ഇല്ലാതായതും തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നീട്ടി നോട്ടിഫിക്കേഷൻ മാറിയിട്ടും അതാത് വർഷങ്ങളിൽ ലഭിക്കേണ്ട തുക ലഭിക്കാതെയും വന്നപ്പോൾ പദ്ധതി ഭേദഗതി അനന്തമായി നീട്ടിയതിന്റെ ഫലമായും പദ്ധതി നിർവഹണം അവതാളത്തിലായി. വിഷയവുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ എന്നിവരെ ഫോൺ മൂലം ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഫോൺ എടുക്കാൻ പോലും ആഴ്ചകളായി ഈ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല. പഞ്ചായത്തിന് ലഭിക്കേണ്ട ഏതാണ്ട് പകുതി തുകയോളം ലഭിക്കാതെ വന്നപ്പോൾ അത്രയും തുക ഈ വർഷത്തേക്ക് സ്പിൽ ഓവർ ആക്കേണ്ടി വന്നു. ഒരാഴ്ചക്കകം പരുതൂർ പഞ്ചായത്തിലേക്ക് നിയോഗിച്ചു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ജോലിയിൽ പ്രവേശിക്കാത്ത സാഹചര്യം ഉണ്ടായാലും സെക്രട്ടറി നിയമനം ഉടൻ നടത്തിയിട്ടില്ലെങ്കിലും പരുതൂരിലെ ജനതയ്ക്ക് വേണ്ടി ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥന്മാരുടെ കാര്യാലയം ഉപരോധിക്കുന്നതുവരെ ആലോചിക്കേണ്ടി വരുമെന്ന് ബന്ധപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുന്നു എന്ന് APM സക്കറിയ, പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഇങ്ങനെ പോകുന്ന പോസ്റ്റ്. UDF ആണ് ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഗിനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം. കഴിഞ്ഞ 8 മാസമായി പഞ്ചായത്തിൽ ഒരു സ്ഥിരം സെക്രട്ടറി ഇല്ല. മറ്റു പല പഞ്ചായത്തിലെയും സെക്രട്ടറിമാരെ കടമെടുത്തുകൊണ്ടാണ് പഞ്ചായത്തിലെ കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്ന് പറയുന്നു. ഇനി സെക്രട്ടറി ഇല്ലെങ്കിലും ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ടാവുമല്ലോ, അതില്ലാതായിട്ട് 7 മാസം കഴിഞ്ഞു. ഒരു പഞ്ചായത്തിൽ സെക്രട്ടറി ഉണ്ടായാൽ പോലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒരു സാധാരണക്കാരൻ നിരവധി തവണ പഞ്ചായത്തിൽ കയറി ഇറങ്ങണം. അപ്പൊ സെക്രട്ടറി ഇല്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പഞ്ചായത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ നടക്കണമെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടെങ്കിലല്ലേ കഴിയൂ. ഒരു സിഗ്നേച്ചർ അദ്ദേഹത്തിന്റെ ഇല്ലാതെ ഒരു ഫയലെങ്കിലും മുന്നോട്ട് പോകുമോ? ഒരു പഞ്ചായത്ത് ഭരണസമിതി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത്രയും സക്കറിയയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. എന്തുകൊണ്ടാണ് സർക്കാർ ഇത്ര ഉത്തരവാദിത്തരഹിതമായി പെരുമാറുന്നത്? ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു സെക്രട്ടറിയെ നിയമിക്കാൻ പോലും കഴിവില്ലാത്ത ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ പോലും തയ്യാറാവാത്ത നിലയിലേക്ക് നമ്മുടെ സർക്കാർ മാറുന്നത് എന്തുകൊണ്ടാണ്? പ്രതിപക്ഷം ഭരിക്കുന്നതുകൊണ്ടാണോ? അങ്ങനെയുള്ള പഞ്ചായത്ത് ആയതുകൊണ്ടാണോ ഈ അവഗണന?